നേപ്പാൾ കംപ്ലീറ്റ് ഐറ്റിനറി ഞാൻ പറഞ്ഞുതരാം. നേപ്പാളിൽ നമുക്ക് 2 രീതിയിൽ പോകാം കേട്ടോ. ഒന്ന് ട്രെയിനും ഫ്ലൈറ്റും വഴി. ഫ്ലൈറ്റ് വഴിയാണെങ്കിൽ നേരെ കാഠ്മണ്ഡു ചെല്ലണം. ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇല്ല, നമ്മൾ ഡൽഹി അല്ലെങ്കിൽ മുംബൈ ലേ ഓവർ ചെന്നിട്ടായിരിക്കും പോകുന്നത് കേട്ടോ. ഇനി ട്രെയിൻ വഴിയാണെങ്കിൽ നമ്മൾ പോകേണ്ടത് നേരെ UP പോകണം. അവിടുന്ന് സൊനാലി ബോർഡർ കടന്നിട്ടാണ് പിന്നെ നേപ്പാളിലേക്ക് ട്രാവൽ ചെയ്യേണ്ടത് കേട്ടോ. സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറൻസിയാണ് കേട്ടോ. നമ്മൾ എക്സ്ചേഞ്ച് ചെയ്ത് പോകേണ്ട ആവശ്യമില്ല, ബിക്കോസ് നമ്മുടെ ഇന്ത്യൻ റുപ്പി അവിടെ അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ നിങ്ങളുടെ സ്റ്റേയിലെങ്ങാനും നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ചെയ്യണമെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്ത് കുറച്ച് കയ്യിൽ വയ്ക്കാം. ഇല്ലെങ്കിൽ അവരത് എല്ലാ ഷോപ്പിലും എല്ലാ സ്ഥലത്തും ഇന്ത്യൻ റുപ്പീസ് അക്സെപ്റ്റ് ചെയ്യും കേട്ടോ. തേർഡ് തിങ് എന്ന് പറഞ്ഞാൽ എൻട്രി പെർമിറ്റ് ആണ്. നിങ്ങൾക്ക് അന്നപൂർണ്ണ സർക്യൂട്ട് എൻട്രി ചെയ്യണമെങ്കിൽ നിങ്ങൾ പെർമിറ്റ് എടുക്കണം. അപ്പോൾ നാട്ടിൽ നിന്ന് നിങ്ങൾ പോകുന്നതിന് മുന്നേ തന്നെ അതിൻ്റെ ലിങ്കിൽ കയറി അപ്ലൈ ചെയ്ത് പേയ്മെൻ്റ് ഒക്കെ ചെയ്ത് പെർമിറ്റ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം, പോകുന്നതിന് മുന്നേ നിങ്ങൾ ഫിൽ ചെയ്താൽ മതി കേട്ടോ. നെക്സ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ നേപ്പാളിലേക്ക് പോകുന്ന റൂട്ട് മാപ്പ് ആണ് കേട്ടോ. അപ്പൊ ഞാൻ പോയ റൂട്ട് എന്ന് പറഞ്ഞാൽ കൊച്ചി ടു കാഠ്മണ്ഡു, കാഠ്മണ്ഡു ടു മനാങ്, മനാങ് ടു പോക്ര, ദെൻ ബാക്ക് ടു കൊച്ചിയാണ് കേട്ടോ. കേരളത്തിൽ നിന്ന് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇറങ്ങുന്നത് കാഠ്മണ്ഡുവിലാണ്. കാഠ്മണ്ഡുവിൽ നിങ്ങൾക്ക് ഒരു 2 days എക്സ്പ്ലോർ ചെയ്യാം കേട്ടോ. നമ്മുടെ ഗോദയിലൊക്കെ ഉള്ള സ്ഥലങ്ങളില്ലേ, അങ്ങനത്തെ കുറേ സ്ഥലങ്ങളും മാർക്കറ്റ്സും സ്ട്രീറ്റ്സ് ഒക്കെ ഉണ്ട്, ടെമ്പിൾസ് ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ് കേട്ടോ. കാഠ്മണ്ഡുവിന് ഞങ്ങൾ ഷെയർഡ് ക്യാബ് എടുത്ത് ബേസിഷഹറിലേക്കാണ് കേട്ടോ പോയത്. രാവിലെ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം എത്തത്തുള്ളൂ. അവിടെ ചെന്ന് അവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ടാണ് അവിടെ നിന്ന് വൈകുന്നേരം ജീപ്പ് സെറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ പിറ്റേ ദിവസം മനാങ് പോയത്. നിങ്ങൾ ആ വഴി സ്ട്രീറ്റ് വഴി നടന്ന ഒരുപാട് ജീപ്പ് വെൻഡേഴ്സിനെ കാണും. ഏറ്റവും അഫോർഡബിൾ ആയിട്ട് ബാർഗെയിൻ ചെയ്ത ഒരു റേറ്റ് നിങ്ങൾ ഫിക്സ് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ മനാങ്ങിലേക്ക് ജീപ്പ് എടുക്കണം. മനാങ്ങിലേക്ക് ജീപ്പ് എടുക്കുന്നതായിരിക്കും നല്ലത്, കാരണം നല്ല കട്ടക്കുള്ള റോഡാണ് കേട്ടോ. അപ്പോൾ ജീപ്പേ ആ വഴി പോവുള്ളൂ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 ദിവസമോ 2 ദിവസമോ മനാങ് പ്ലാൻ ചെയ്യാം. 2 ദിവസം കാണാവുന്നേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് റിലാക്സ് ചെയ്ത് പോകണമെങ്കിൽ ഒരു 3 ദിവസം ആക്കാം. അപ്പോൾ ജീപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ അടുത്തൊക്കെ പോകണമെങ്കിൽ എക്സ്പ്ലോർ ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ജീപ്പ് ഡ്രൈവറും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ, ഏതൊക്കെ പ്ലേസസ് എക്സ്പ്ലോർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ. മനാങ്ങിൽ ഞങ്ങൾ കൂടുതലും വില്ലേജിലാണ് സ്പെൻഡ് ചെയ്തത്. അവിടെ നിന്ന് ഞങ്ങൾ ബ്ലൂ ലേക്ക്, ഐസ് ലേക്ക്, ഗ്രീൻ ലേക്ക്, അന്നപൂർണ്ണ ലേക്ക്, അങ്ങനെ കുറെ ലേക്സും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. മനാങ്ങിൽ നിന്ന് നേരെ തിരിച്ച് ബേസിഷഹറിൽ വന്നിട്ട് അവിടെ നിന്ന് ബസ്സിനാണ് പോക്ര പോയത് കേട്ടോ. പോക്രയിൽ നിങ്ങൾക്ക് 2 to 3 days സ്പെൻഡ് ചെയ്യാം കേട്ടോ. 2 ദിവസം നിങ്ങൾക്ക് അവിടെ പോക്ര സിറ്റി നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാം. അടിപൊളി ഒരു സിറ്റിയാണ്. സ്ട്രീറ്റ് ഷോപ്പിംഗ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഷോപ്പ് ചെയ്യണമെങ്കിലൊക്കെ അടിപൊളി ഒരു പ്ലേസ് ആണ്. അതേപോലെ പേവാ ലേക്ക് ഉണ്ട്, അവിടെ ഗംഗാരതി പോയിന്റ്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ അടിപൊളിയാണ് കേട്ടോ. പിന്നെ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ഒരു ദിവസം ഗാൻഡ്രുക് വില്ലേജിലേക്ക് നിങ്ങൾക്ക് പോകാം. നിങ്ങൾക്ക് അവിടെ നിന്ന് സ്കൂട്ടർ റെന്റിന് കിട്ടും. അപ്പം സ്കൂട്ടർ എടുത്തിട്ട് നിങ്ങൾക്ക് അങ്ങോട്ട് പോയാൽ മതി. അടിപൊളി ഒരു വില്ലേജാണ്. പോയി എക്സ്പ്ലോർ ചെയ്തിട്ട് തിരിച്ചു വരാം കേട്ടോ. തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് പോക്രയിൽ നിന്ന് ഫ്ലൈറ്റ് എടുക്കാം, പക്ഷെ അത് എക്സ്പെൻസീവ് ആയിരിക്കും. അത് കാരണം ഞങ്ങൾ നേരെ ക്യാബ് വിളിച്ചിട്ട് സൊനാലി ബോർഡർ, അതായത് UP നേപ്പാൾ ബോർഡർ കഴിഞ്ഞ് UP എത്തിയിട്ട് അവിടെ നിന്നാണ് ഞങ്ങൾ ഫ്ലൈറ്റ് എടുത്ത് കൊച്ചിയിലേക്ക് വന്നത്. അത് കുറച്ച് നിങ്ങൾക്ക് അവിടെ ക്യാഷ് സേവ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡു DM, I'll send you the details. Bye.